പ്രിയമുള്ളവരെ, ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കുറേ കൊല്ലക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഏറ്റവും വലിയ മോഹമായിരുന്നു ഇന്ന് സാക്ഷാത്കരിക്കുന്നത്. ഇന്നലെ സുധർമ്മ പറഞ്ഞു, എന്താ ഇന്ന് ഉറങ്ങൂല്ലേ എന്ന് പറഞ്ഞു. ശരിക്കും ഉറങ്ങിയില്ല. അത്രയും വലിയ സന്തോഷമാണ്. നിങ്ങളെയെല്ലാം കണ്ടുപിടിക്കുക, വർത്തമാനം പറയുക, ഒന്ന് ചേർത്ത് നിൽക്കുക എന്നെല്ലാം പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം ഉടലെടുത്തത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അതിനു മുന്നേ ഞാൻ പറയട്ടെ, എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായി തന്നെ മുന്നിലുണ്ട്. 57 വയസ്സിൻ്റെ അരിഷ്ടതകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളിപ്പോഴും പഴയ 7ാം ക്ലാസ്സിൽ തന്നെയാണ്. മനസ്സിനിപ്പോഴും ചെറുപ്പം തന്നെയാണ്. ആ ചെറുപ്പം നമ്മുടെ ശരീരത്തെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും. വരുംകാലങ്ങളിലെ ചെയ്തികളെ പോലും ഈ മനസ്സിൻ്റെ ചെറുപ്പം ബാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഈ ചെറുപ്പം തന്നെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടുള്ള ആൾക്കാരോട് അല്പം ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നന്നേ ഒരു പാവമായിരുന്നു. പാവം എന്ന് പറഞ്ഞാൽ വികൃതി കളിക്കില്ല, വർത്തമാനം പറയില്ല, ഒതുങ്ങി ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു. ഒന്നാമത് വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ശിക്ഷകളെ കിട്ടും. അടി നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്നും നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട്. അല്പം സ്വപ്നാടനം ഉണ്ടോ എന്നറിയില്ല. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ അല്പം ശ്രദ്ധ കുറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടി കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ രുചികളായ കുറേ പേര് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. സുധർമ്മ ഉണ്ടായിരുന്നു, സക്കീന ഉണ്ടായിരുന്നു, പിന്നെ ശിവൻ ഉണ്ടായിരുന്നു, പിന്നെയും ആൾക്കാരുണ്ട്. പിന്നെ കുറേ പേര് രുചികളുണ്ട്. ഞാൻ പേര് വിട്ടുപോയോ എന്ന് പറഞ്ഞുകൂടാ. പ്രമീലേലം പക്ഷേ തൊട്ടടുത്ത ക്ലാസ്സിലായിരുന്നു. നമ്മുടെ ക്ലാസ്സിലുള്ള ബുദ്ധിജീവികളെ നോക്കി അന്ന് വെറുപ്പൊന്നുമില്ല. ഇവർ പഠിച്ചോട്ടെ, നമുക്ക് പഠിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ, നമ്മൾ കളിച്ചോളൂ. ഇപ്പറം രാധികയുണ്ട്, ഇപ്പറം രസിതയുണ്ട്. ഇവരോടൊപ്പം വർത്തമാനമെല്ലാം പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്ന ഒരു നല്ല കാലമായിരുന്നു 7ാം ക്ലാസ്. ഷർമല, ഷീന ഒക്കെ എപ്പോഴും കൂടെയുണ്ട്. അല്പം വികൃതികളൊക്കെ കളിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഇതുവരെ പിണങ്ങിയിട്ടില്ല, വർത്തമാനം തെറ്റായി പറഞ്ഞിട്ടില്ല. കൂടെ തന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ച സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ പറ്റി ഏറ്റവും കൂടുതൽ ആലോചിച്ചത് എപ്പോഴാന്ന് വിചാരിച്ചാൽ, ഞാൻ ഹൈസ്കൂൾ തലത്തിൽ കുറേ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നാവൊക്കെ തെറ്റി, വർത്തമാനം പറയാതിരിക്കുമ്പോൾ നാവിലെ വാക്കുകളൊക്കെ അക്ഷരം തെറ്റിപ്പോവാൻ. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് എനിക്കന്ന് കുറച്ച് വേഗം പോകേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോനാണ്. നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് കാലത്തെക്കുറിച്ചും ടീച്ചറെ പറ്റിയിട്ടും ആ കാലത്ത് കളിച്ച വികൃതിയെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും കുട്ടി പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ആ കുട്ടിയെ അല്ല കഴിച്ചത് എന്നും പറഞ്ഞു. പക്ഷേ ഈ ഗ്രൂപ്പിലുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വർത്തമാനം ഇങ്ങനെ നീണ്ടു പോയപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. ഞാനും ഇതേപോലെയുള്ള കാലം കടന്നു പോയവരാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കാതിരിക്കാൻ കാരണം ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോഴേ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോയവരായിരിക്കില്ല നമ്മൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചവരായിരുന്നു. അപ്പോൾ പല വഴിയിലൂടെ നടന്ന് നീങ്ങി ജീവിതത്തിലുള്ള കുറേ ആഗ്രഹങ്ങൾ സാധിച്ചു. ഇന്ന് ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, എല്ലാ ആഗ്രഹങ്ങളും ഒരിക്കലും നിറവേറില്ല. ഈശ്വരന് പോലും ആഗ്രഹങ്ങൾ നിറവേറാറില്ല എന്നുള്ള കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറിയില്ലെങ്കിലും കിട്ടിയ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണമെന്ന് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അവരെന്നെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഇടയ്ക്ക് ചില പെൺകുട്ടികൾ വന്ന് എന്നെ ചോദിക്കാറുണ്ട്, എന്തൊക്കെയാ ടീച്ചറെ, അങ്ങനെ ഉണ്ടോ, ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചില കുസൃതികൾ മെല്ലെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഉത്തരവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിതം അങ്ങനെ തട്ടിമുട്ടി ഒരു 56 വയസ്സെത്തി. അധ്യാപികയായി HM ആയതാണ്. വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ HMൻ്റെ ചുമതലകൾ ഇങ്ങനെ അടിക്കടി നമ്മളെ ഏൽപ്പിച്ചപ്പോൾ ഒരു വാശിക്ക് തോട്ടട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു 15 കൊല്ലക്കാലത്തോളം ഉണ്ടായിരുന്നു. നിങ്ങളത്രയും കഴിയില്ല, വർത്തമാനം പറയാനറിയില്ല, അടിക്കാനറിയില്ല, ഒരു സ്വപ്നജീവിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ പറയാനാണോ, നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിട്ടാണോ ഇത്ര വരെ എത്തിയതെന്നൊക്കെ ഇപ്പോൾ ചോദിക്കും. അത് പിന്നെ ചോദിച്ചേ, നിങ്ങളിപ്പം ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെ കടന്ന് HM ആയി മലപ്പുറത്ത് 2 കൊല്ലത്തോളം വർക്ക് ചെയ്തു. പിന്നെ പട്ടുവത്തേക്ക് വന്നു. പിന്നെ ഇത് പേരൻ്റ് സ്കൂളായ മുഴപ്പിലങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 1 കൊല്ലമുള്ളപ്പോൾ തിരിച്ചു വന്നു. അപ്പോഴേക്ക് സ്കൂളിൻ്റെ അവസ്ഥ നന്നേ പരിതാപകരായിരുന്നു. കുട്ടികളില്ലാത്ത വിദ്യാലയത്തിൽ നിന്നാണ് HM ആയിട്ട് റിട്ടയർ ചെയ്തത്. അതൊരു വലിയൊരു സങ്കടമാണ്. നമ്മുടെ ചുറ്റും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, വലിയൊരു സ്കൂളിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്.
അതേപോലെ UP തലത്തിലുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ മീനയൊക്കെ ഈ വർത്തമാനം പറയുന്നത് ഏറ്റവും വലിയ കാര്യം കുഞ്ഞുമക്കളോട് ഇടപെടുന്നതുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുമക്കൾ സ്കൂളിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയ ഒരു സന്തോഷമാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാൻ അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ നമ്മൾ ഓഫീസിൽ വരുമ്പോഴേക്കും ഓഫീസിൻ്റെ ചുറ്റും 5-6 മക്കൾ ഇങ്ങനെ വന്ന് നിൽക്കും. അതൊരു നല്ല കാലമായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ വർത്തമാനം പറയാം, ചിരിക്കാം. അധ്യാപകരും ആ രീതിയിലായിരുന്നു, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യാൻ നോക്കുമ്പോൾ അത് നമുക്കൊരു ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ വരാൻ തുടങ്ങും. ഞാൻ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കെ ഞാൻ പാടില്ല എന്നേ ഉള്ളൂ, പക്ഷെ വർത്തമാനം പറയുന്നു. പാട്ട് പാടില്ല, ശിവനെ പോലെയൊന്നും പാടാനുള്ള കഴിവ് തീരെയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് റിട്ടയർ ചെയ്യാൻ നോക്കെ മെയ്യിൽ റിട്ടയർ ചെയ്യാണ്. അപ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ് നമ്മളെ സംബന്ധിച്ചോളം. എന്താന്ന് പറഞ്ഞാൽ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ വർത്തമാനം പറയാം. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയാതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. ഷർമിളയ്ക്ക് ഒരു വീഡിയോ ഞാൻ അയച്ചു. ഷർമിളയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഗതകാല സ്മൃതികളെല്ലാം ഉണരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഷർമിള പറയട്ടെ. അപ്പോൾ ഷർമിള പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനത്തെ സ്മൃതികളൊന്നും ഉണരുന്നില്ല, എനിക്കിങ്ങ് തിരക്കായിട്ട് മോനെ നോക്കേണ്ട തിരക്കൊണ്ട് എനിക്കൊന്നും ആവുന്നില്ല മോളെ, നീ ഇതൊന്നും പറയലാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഷീന എൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. ഷീനയിൽ ഞാൻ വിട്ടുപോയി. ഷീന കല്യാണം കഴിച്ച് നമ്മളെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞ ആളാണ് ഷീന. അപ്പോൾ ഷീനയുടെ നമ്പർ തരുമോ എന്ന് ഷർമിളയോട് ചോദിച്ചു. അപ്പോൾ ഷർമിള വേഗം തന്നെ ഷീനയുടെ നമ്പർ അയച്ചു തന്നു. ഞാനാണെന്ന് ഷീനയെ വിളിച്ചു. ഷീന എന്താ ചെയ്യാൻ, നമുക്ക് കുട്ടികളെല്ലാം ഒന്ന് കാണാൻ പറ്റുമോ, നമുക്ക് അധ്യാപകരെല്ലാം ഒന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഷീനയുടെ വാക്കുകൾ ശരിക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളായിരുന്നു. ഇതാ നമുക്ക് നാളെ തന്നെ ഗ്രൂപ്പാക്കാലോ, ഇതാ നാളെ തുടങ്ങി എന്ന് പറഞ്ഞു. എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചമ്പാടിൽ നിന്നൊരു വേറിറക്കപ്പെട്ടവളായി തീർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ആകുമ്പോഴേക്കും നമ്മൾ തോട്ടുമലയിലേക്ക് സ്ഥലം മാറി വീട് അങ്ങോട്ടേക്ക് പോയിരുന്നു. അച്ഛൻ ഞാൻ SSLC കഴിഞ്ഞ ഉടനെയാണ് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം. നമ്മുടെ ജീവിതത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു അച്ഛൻ്റെ മരണം. അതോടുകൂടി നിയന്ത്രണങ്ങൾ പെൺമക്കളെ നന്നേ നിയന്ത്രിച്ചിട്ട് മാത്രമേ അമ്മ വളർത്തിയിട്ടുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ അമ്മയുടെ ഇഷ്ടങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ഒന്നാമത് അച്ഛനില്ലാത്ത മക്കളായതുകൊണ്ട് തന്നെ അമ്മക്ക് എപ്പോഴും പേടിയായിരുന്നു. പുറത്ത് പോകുമ്പോൾ പേടിയാന്ന്, വർത്തമാനം വരുമ്പോൾ പേടിയാന്ന്, ഒരെഴുത്ത് വരുമ്പോൾ തന്നെ അമ്മ അത് പൊട്ടിച്ച് വായിച്ച് മുഴുവനും വായിച്ച് അതിൻ്റെ മറുപടി അമ്മയാണ് തരുക. ഇതാ മോളെ ഇങ്ങനെ മറുപടി അങ്ങ് എഴുതിയൊക്കെ ഇതാ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അമ്മ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അമ്മയുടെ അടുത്ത് നല്ലപോലെ അടി കിട്ടിയത് കൊണ്ടും മാത്രമല്ല അമ്മ 38ാമത്തെ വയസ്സിൽ അമ്മ വിധവയായി തീർന്നവളാണ്. അമ്മയുടെ ജീവിതം എല്ലാം വീട്ടുകാർക്ക് വേണ്ടി അമ്മയുടെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞു. അച്ഛനോടൊപ്പം അധികകാലം പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ ദുഃഖപൂർണമായിട്ട് അങ്ങനെ നീങ്ങി നിരങ്ങി വരുന്ന സമയമായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ പെൺമക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ വേവലാതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാലഘട്ടമെല്ലാം കഴിഞ്ഞു. ഷീനയെ വിളിക്കുമ്പോൾ ഷീനയ്ക്ക് പെട്ടെന്ന് ഷീനയുടെ ആത്മവിശ്വാസം എനിക്കില്ല. ഞാൻ എൻ്റെ മനസ്സെപ്പോഴും ഒരു ചഞ്ചലാണ്. ശുഭാപ്തി വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ മനസ്സാകെ അസ്വസ്ഥാവും. അതൊന്നും നടക്കില്ല, അങ്ങനെയാണ് ഇത് ജീവിതം എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ പതിയെ പോയി. ചിന്തകൾ വരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഷീന പറഞ്ഞു, ഇല്ല ശരി ചെയ്താൽ നാളെ തന്നെ അജിയും പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ തന്നെ നമ്പർ സംഘടിപ്പിക്കാം. പിറ്റേന്ന് തന്നെ ഷർമിള പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാനും ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഷീനയുടെ സജീവമായ ഇടപെടൽ കൊണ്ട് പിറ്റേന്ന് തന്നെ അത് എണ്ണം വർദ്ധിച്ചു. 20-ന് 30-ആയി, 39-ഓളായി പടർന്ന് പന്തലിച്ചു. എനിക്ക് നിങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറിയുന്നുണ്ട്. പിന്നെ SSLC എത്തുമ്പോൾ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മളൊരു തുറന്നു വിട്ടതുപോലെ ആണെങ്കിലും ആൺകുട്ടികളൊന്നും നമ്മുടെ സമീപത്തേക്ക് എത്തിയില്ല. പെൺകുട്ടികൾ മാത്രമായിട്ടേ കൂട്ടുകൂടിയിരുന്നുള്ളൂ. ആൺകുട്ടികളൊക്കെ നമ്മളെ വിട്ട് എവിടെയോ നമ്മളൊന്നാമത് നമ്മളെ എല്ലാവർക്കും പുതിയ മേച്ചിസ്ഥലങ്ങൾ തേടി അവരും വരക്കം പായിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ്സിലുള്ള ചില ചിരികളൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചു, ചില വർത്തമാനങ്ങൾ നമ്മൾ മനസ്സിലടക്കി വെച്ചു, ചില കുസൃതികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടുക്കി വെച്ചു, ചില ചെയ്തികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചു, ചില രീതികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയാതെ പതിഞ്ഞു ഇങ്ങനെ ഇരുന്നുകൊണ്ടേയിരുന്നു. അപ്പം ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്കൊന്ന് കൂടിയേ തീരും. അതൊരു വലിയ ആഗ്രഹമാണ്. സുധർമ്മ പറയുന്ന പോലെയല്ല, മനസ്സിനൊരു വല്ലാത്തൊരു, അന്ന് ശിവനെ കാണാൻ വേണ്ടി പോയപ്പോൾ
എനിക്ക് വിചാരിച്ചുകൂടെ എന്തായിരുന്നു ആരിത, ഷെരീഫ, ഷർമിള എൻ്റെ കൂടെ തന്നെ പ്രീ ഡിഗ്രി വരെ ഉണ്ടായിരുന്നേ. ഷർമിളേൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് വേവലാതി ഒന്നും ഉണ്ടായിരുന്നില്ല, സുരക്ഷിതമായിരുന്നു. ഷർമിള ഉണ്ടല്ലോ കൂടാന്നാണ് പറയാം. പക്ഷെ ഷർമിളേനെ വലിയ വിശ്വാസമാണ്. ഷർമിള ഡിഗ്രി എത്തിയപ്പോൾ ഞാൻ പതിയെ മലയാളത്തിലേക്ക് കുടിയേറി. മലയാളമാണോ അല്പം സ്വപ്നമെല്ലാം ചെറിയ കഥയിൽ അന്നേരം എഴുതാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അതിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞു, MA എത്തിയപ്പോൾ പിന്നെ എഴുത്തേ നിർത്തി. ജീവിതം അങ്ങനെ തട്ടിയും മുട്ടിയും കരയിലടിഞ്ഞു അങ്ങനെ അങ്ങ് പോയി. എഴുത്ത് പോയി, വായനയിലേക്ക് മാത്രമായി. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങിയ ഗ്രൂപ്പ് കയറിയിട്ടാണ്. പൊട്ടത്തരങ്ങളെല്ലാം എഴുതി ഗ്രൂപ്പിൽ. ഇടയ്ക്ക് വേല പറഞ്ഞ് ഇങ്ങനത്തെ താളമില്ലല്ലോ, ഗദ്യ കവിതയായി ചൊല്ലാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ പൊട്ടത്തരങ്ങൾ അയക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. ഉള്ളിടത്തോളം കാലം നമുക്ക് മനസ്സമാധാനമേ ഉള്ളൂ. എനിക്കൊരു ഗ്രൂപ്പ് ഒരു ദിവസം നോക്കിയില്ല, എനിക്ക് മനസ്സ് സ്വസ്ഥമല്ല. ഞാൻ ഇടക്കൊന്ന് കയറും, മനസ്സിന് എന്തെങ്കിലും ഒരു വല്ലാത്തൊരു വേവലാതി വരുമ്പേ ഞാൻ ഗ്രൂപ്പിൽ നിന്നൊന്ന് തെന്നി പോകാറുള്ളൂ. കയറണ്ട, ഇന്ന് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ഷൈനി വിളിക്കോ, ഇതെന്താ നീ കയറാത്ത, നീ എന്താ ഇല്ലാത്ത, വിനോദിനി ഉണ്ടാവും, അതുപോലെ ഷീന ഉണ്ടാവും, അല്ലെങ്കിൽ ഷർമില ഉണ്ടാവും. ഷർമിലയുടെ വോയിസ് മെസ്സേജ് അപ്പോഴേക്ക് വരും. അപ്പം ഇങ്ങനെ ഓരോരുത്തർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പതിയെ കയറും. പിന്നെ അമ്മ മരിച്ച ഒരു 12 ദിവസത്തോളം ഞാൻ ഗ്രൂപ്പിലില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും നിങ്ങളുടെ പാട്ടുകളൊക്കെ എനിക്ക് വിനോദിനി, പിന്നെ ഷീന എന്നിവരൊക്കെ സെൻഡ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇങ്ങനെ ഒരു സ്വസ്ഥത മനസ്സിന് തരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. സ്നേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പാണിത്, സൗഹാർദ്ദത്തിൻ്റെ ഒരു ഗ്രൂപ്പാണിത്, പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പ് നമുക്ക് കഴിയുന്നിടത്തോളം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. ആ സ്നേഹം ഒരിക്കലും നശിച്ചു പോവാതിരിക്കുകയും വേണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 57 വയസ്സെത്തി. ഞാൻ സമ്മതിക്കൂലേ, ഞാൻ എപ്പോഴും ഒരു വയസ്സ് കുറച്ചിട്ടേ പറയൂ. ഡോക്ടറെ അടുത്ത് എത്തിയാൽ മോളി വയ്ക്കും, നമുക്ക് 57 ഞാൻ പറയല്ല 56 ഒരു വയസ്സ് എന്തായാലും താഴോട്ട് പോകും. അത് ആ താഴോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. പ്രായമായിട്ടില്ല എന്നുള്ള ഒരു രീതിയാണ്. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത മോള് പറയും, അമ്മയുടെ കൂടെ പഠിച്ച കുട്ടികളാണ്, അവരെല്ലാം വലിയ വലിയ ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞല്ല, അവരിപ്പോൾ നമ്മുടെ കൂടെ തന്നെയല്ലേ, കുട്ടികളല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. അപ്പം ഈ ഒരു കൂട്ടായ്മ എപ്പോഴും നിലനിൽക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സെത്തിയാൽ, ഇനിയിപ്പോൾ സൈക്കോളജി പറയുന്നത് ഇപ്പോൾ രാജു പറയൂ, 60 വയസ്സെത്തിയാൽ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും ചെയ്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പോയല്ലോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ പതിയെ നമ്മൾ തളരാൻ തുടങ്ങും. പതിയെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് തളരും, ശാരീരികമായിട്ട് തളരും, മനസ്സസ്വസ്ഥാവും, തല വയസ്സാവും, ചിന്തകൾ വയസ്സാവും, ഒന്നിനും ശ്രദ്ധയുണ്ടാവില്ല, അങ്ങനെ അങ്ങ് പോകും. അതിന് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ, വർത്തമാനങ്ങളിലൂടെ, ഷർമിളയിൽ ഒരു ദിവസം കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. അപ്പോൾ ഷർമിളയുടെ വർത്തമാനം, ദീനയുടെ പാട്ട് കേൾക്കുമ്പോൾ, പ്രമീള, ഷീന, എല്ലാവരും, ഷെരീഫ്, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഉണരാനുണ്ട്. ആ ഉണർച്ച നമുക്ക് എല്ലാ കാലവും തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം. ഇത് സ്നേഹമാണ്, ഒരുമയാണ്. ഞാനന്ന് ശിവനെ കാണാൻ വേണ്ടിയിട്ട് ശിവന് കൂടിച്ചേരുന്ന സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ചിനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം, ഞാൻ ഒരു സൈക്കോളജിയുടെ ക്ലാസ് ഉച്ചവരെ കഴിഞ്ഞിട്ട്, ഉച്ചക്കായിരുന്നു ഞാൻ ഓടി വന്നിട്ട് ഇവരെ ശിവനെ കാണുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം, ശിവൻ, ഷരീഫ ഇങ്ങനെയുള്ള കുറച്ച് പേരെ, സുരേഷ് ബാബു തുടങ്ങിയവരെ കാണുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമായിരുന്നു. അന്ന് ഞാനിങ്ങനെ ടൗണിൽ നിൽക്കുമ്പോഴേക്കും രാജു പിടിച്ചു, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ശിവന്റെ വിളിയും വന്നു. അപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ പറഞ്ഞാൽ നമ്മളെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് തളരുമ്പോൾ കൂടെ നിൽക്കാൻ ഇത്രയും പേരുണ്ട് എന്നുള്ള ഒരു ചിന്ത തന്നെ മതി നമുക്ക്. ആ ചിന്തയിലൂടെ നമുക്ക് ശക്തിമത്തായിട്ട്, അല്ലെങ്കിൽ ഉണർവിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇനി വരുന്ന ആളുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അന്ന് ബാബുട്ട പോലെ ജീവിതത്തിലെ പിന്നാങ്കാലം നോക്കുന്ന സമയത്ത് ജീവിതമൊക്കെ സന്തോഷപൂർണ്ണം ആവണമെന്നില്ല, എങ്കിലും നമ്മൾ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ സന്തോഷം കൈവിടാതെ നമുക്ക് മക്കൾ വേണം, മക്കളുടെ മക്കൾ വേണം, കുടുംബം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും വേണം. നിങ്ങളുടെ വർത്തമാനത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു ചിത്രം എനിക്കിപ്പോൾ നല്ലപോലെ അറിയാം. നിങ്ങൾ ഓരോരുത്തരെയും എനിക്കറിയാം. നമ്മളിപ്പോൾ നമ്മുടെ കോഴ്സിന് പറയുമ്പോൾ ഒരു മമ്പർ ഹൈസ്കൂളിൽ ഒരു ടീച്ചർ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ നിരീക്ഷണമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് നിരീക്ഷണം? അപ്പോൾ പറഞ്ഞ സ്വഭാവം നിരീക്ഷിക്കലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളും അത് തന്നെയല്ലേ ചെയ്യുന്നത്, സ്വഭാവം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ പെരുമാറും, എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ
നമ്മളിൽ ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഇതിൽ സംസാരിക്കാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ കുറച്ച് പേര് തന്നെ അനിയൊന്നും ഒരിക്കലും ഗ്രൂപ്പിൽ കയറില്ല. അനി പണ്ട് പോകുന്നൊരു സന്ദർഭമുണ്ട്, ഷീനൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. അനി ആരെയും നോക്കൂല, ഒരൊറ്റ പോക്കാണ്. ഒരു മുഖത്ത് ഇപ്പുറവും ഇല്ല അപ്പുറവും ഇല്ലാതെ ഒരൊറ്റ പോക്ക്. അനിയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രാജുവിനെ ഞാൻ ഇടക്കിടക്ക് കണ്ടിട്ടുണ്ട്. വിനോദിനെ നന്നേ മെലിഞ്ഞ രൂപമായിരുന്നു. കുറേ പേരെ നമ്മൾ ഇടയ്ക്ക് കാണാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചമ്പാടിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കാലഘട്ടം ഇങ്ങനെ മാറി മറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ ജീവിത രീതികൾക്കും ചിന്താഗതികൾക്കും ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഗ്രൂപ്പ് കൂട്ടായ്മ പഴയ 7ാം ക്ലാസ് ഏഴഴകായി തന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഈ ഏഴഴകിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇത് മടുത്ത് നിങ്ങൾ ഇപ്പം എണീറ്റ് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ വായനയെല്ലാം നന്നേ കുറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നോക്കാനുണ്ട്. നമുക്ക് 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് MAയുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ആരും വായി തുറക്കൂല, ഒരാളും വർത്തമാനം പറയില്ല. എന്താന്ന് പറഞ്ഞാൽ എന്തോന്ന് എനിക്കറിയാം, അവരെല്ലാം എന്തൊക്കെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ മോളുടെ കല്യാണം 28-ന് അത് വിളിച്ചു പറഞ്ഞു. ഒരാരും സംസാരിക്കില്ല, ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അല എറണാകുളത്തിൻ്റെ അല വരുന്ന സന്ദർഭത്തിൽ ഒരു ഗ്രൂപ്പായി തരുന്നതാണ്. ആ ഗ്രൂപ്പിൽ അനക്കമില്ല. അപ്പം ഞാൻ അല നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പുണ്ട്, അത് മിസ്സലല്ല, ചേതന പൂർണ്ണമാണ്, അവിടെ നിരന്തര വർത്തമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് അത്ഭുതം, അതൊരു അത്ഭുതമാണ് അവരൊക്കെ പറഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, കരുതലാണ് നമുക്ക് വേണ്ടത്. ഒന്ന് തളരുന്ന സമയത്ത് നമ്മുടെ ഒന്നായി ചേർന്ന് നിൽക്കാനുള്ള ആ സ്നേഹവായ്പ എല്ലാ സമയത്തും ഉണ്ട്. ഞാൻ മാതൃഭൂമി പറയാൻ കാരണം മാതൃഭൂമിയുടെ ഒരു കഥയും കൂടി പറഞ്ഞിട്ടേ നിർത്താം. മാതൃഭൂമിയിൽ ഈ അടുത്ത കാലത്ത് ഒരു വിവർത്തനാണ്, കൊറിയൻ ഭാഷയിലാണ് തോന്നുന്നു വന്നത്. അപ്പോൾ ഒരു സ്ത്രീയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വികാരത്തിന് അടിമപ്പെടുന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ വികാര ജീവികളാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണോ എന്നറിയില്ല. ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളായി ജീവിതം ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന സന്ദർഭത്തിൽ ജീവിക്കുന്നതും സുരക്ഷിതമായ ജീവിതമല്ല, സ്ത്രീയാണ്. സ്ത്രീ ആയതുകൊണ്ട് തന്നെ വലിയൊരു നഗരത്തിൽ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവൾ പോയിരിക്കുന്ന രാത്രി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ സ്വന്തം കൂട്ടുകാരിയെയും മക്കളെയും കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. കിട്ടിയ സമ്പാദ്യം കൊണ്ട് പലഹാരങ്ങൾ വാങ്ങി, നല്ല വസ്ത്രം വാങ്ങി, നല്ല ആഭരണങ്ങൾ വാങ്ങി രാത്രിക്ക് വണ്ടി കയറി തിരിച്ചെത്തുകയാണ്. അപ്പം അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവൾ ഓർമ്മിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സൗഹൃദം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാണ്. ഞാനും ഇതിലൊക്കെ വർത്തമാനം പറയാനേ എനിക്കറിയൂ. വർത്തമാനം എത്ര വേണ്ടെങ്കിലും ഇപ്പോൾ 2-3 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ നിരന്തരം വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ പാടാൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇനി നിങ്ങളുടെ അടുത്തുനിന്ന് ശിവൻ, വിനോദിനി, ശ്രീലതയുടെ അടുത്തെല്ലാം കുറച്ച് പാട്ടും പഠിക്കേണ്ടതുണ്ട്. പാട്ടെല്ലാം പഠിച്ചിട്ട് അടുത്ത കൂട്ടായ്മയാകുമ്പോഴേക്കും 2 പേരെയും മൂളാനുള്ള ഒരു കഴിവ് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിയാണ്. ഇത്രയും നേരം എന്നെ സഹിച്ചതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയാൻ എൻ്റെ വാക്കുകൾ എടുക്കുന്നു.